ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക ഇഷ്ടപ്പെടാത്തവർ വരെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്കക്കറി റെസിപ്പിയാണ്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി വെക്കാൻ വേണ്ടി മറക്കരുത്. കടായിൽ വളരെ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. 2 സ്പൂൺ ഫുള്ളായിട്ട് മല്ലി ഇടുക, വളരെ കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, ഒരു 4 വറ്റൽമുളക്, ഒരു 5 ചെറുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി, വളരെ കുറച്ച് തേങ്ങയുള്ളത്, വളരെ നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരു ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണേ. തേങ്ങ തിരുമ്മി ഇടലേ ഇങ്ങനെ തന്നെ അരിഞ്ഞിടുക, അപ്പോൾ ഒരുപോലെ അത് ബ്രൗൺ ആക്കി കിട്ടും. ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണം. മല്ലിയൊക്കെ മൂത്ത ഒരു മണം വരും, അതുവരെ ഇട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇതാ ഈ ഒരളവിൽ മിക്സർ ജാറിനകത്തിട്ട് ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിക്കുക. പൊടിച്ചതിന് ശേഷം കുറേശ്ശെ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. ഇതൊരു 1/4 കിലോ വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്ക നല്ലവണ്ണം കഴുകി തുടയ്ക്കുക. തുടച്ചതിന് ശേഷം വേണം അരിയാനായിട്ട്, കാരണം ഇതിനകത്ത് ഒട്ടും വെള്ളം പാടില്ല. ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെള്ളം അല്പമെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് ആ വഴുവഴുപ്പെല്ലാം വെളിയിൽ വരും, ആ പാത്രത്തെല്ലാം ഒട്ടിപ്പിടിക്കുക. അതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് കുടിക്കുകയും ചെയ്യുവേ. അതുകൊണ്ട് ഒട്ടും വെള്ളം പാടില്ല. അതുപോലെ നിങ്ങൾ കഴുകുന്ന സമയത്ത് എന്തെങ്കിലും പൊട്ടിയ വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ മാറ്റണം. പൊട്ടിയതുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കയറിയിരിക്കും. നമ്മൾ ഈ ഇളക്കുന്ന സമയത്തായിരിക്കും അതിൻ്റെ ആ വഴുവഴുപ്പ് വെളിയിൽ വരുന്നത്. അതുകൊണ്ട് പൊട്ടിയ വെണ്ടയ്ക്ക ഒന്നും എടുക്കാതിരിക്കാൻ നോക്കുക. നന്നായിട്ട് എണ്ണയ്ക്കകത്ത് എല്ലാ ഭാഗത്തും എണ്ണ വരുന്ന രീതിയിൽ ഇങ്ങനെ ഇളക്കി എടുത്തൊന്ന് വഴറ്റിയെടുക്കണേ. ഇത് ഏകദേശം ഒരു പകുതി ഭാഗത്തോളം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എടുക്കണം. നമ്മൾ ഡയറക്റ്റ് വെണ്ടയ്ക്ക കറിക്കകത്ത് ചേർക്കല്ലേ, ഇങ്ങനെ വഴറ്റിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതാ എണ്ണയൊന്നും അധികം കുടിച്ചിട്ടൊന്നുമില്ല. എണ്ണയൊക്കെ ഇങ്ങനെ വടിച്ച് എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക. ഇനി അതേ എണ്ണ തന്നെയാണ് ഇതിനകത്ത് കുറച്ച് കടുകിടുക, ഉലുവ ഇടുക, വറ്റൽമുളക്, വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. കുറച്ചേറെ എടുത്തിട്ടുണ്ട്, കീറിയിട്ടൊന്നുമില്ല, തൊലി മാത്രം കളഞ്ഞിട്ടുണ്ട്. കുറച്ചേറെ ഇടണേ. അതുപോലെ തന്നെ കുറേയേറെ കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതും ധാരാളം ഇടാം. നിങ്ങൾക്ക് ഇത്ര എടുക്കാനില്ലെന്നുണ്ടെങ്കിൽ പകുതി സവാളയും പകുതി കുഞ്ഞുള്ളിയാക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് മൂടി വെച്ചാൽ മതി. മൂടി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒരേ സമയത്ത് ഒരേ ഇടത്ത് നിന്നുകൊണ്ട് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. മൂടി വയ്ക്കുക. നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഇതാ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ആ എണ്ണയിലൊന്ന് ചുരുങ്ങണം. ഉള്ളിയൊക്കെ ഒന്ന് ചുരുങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരളവ് വരെ വഴറ്റിയെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡർ അല്പം ഇടുക, മഞ്ഞൾപ്പൊടി. വേഗം തന്നെ ആ എണ്ണയ്ക്കകത്തോട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കറിയൊക്കെ അവസാനം നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് കിട്ടും. ചുമന്ന കളറിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടും. ഇനി ഒരു വലിയ തക്കാളിയായിരുന്നു, ഒരേ ഒരു തക്കാളിയാണ് അരച്ചതാണ്. ഇപ്പം വളരെ ചെറിയ തക്കാളിയാണെങ്കിൽ 2 ഈ ഒരളവിന് ഉപയോഗിക്കാമേ, 2 തക്കാളി. ഈ തക്കാളിയുടെ ഒരു പച്ച ചുവയൊക്കെ പോകുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. തീ കൂട്ടി വെച്ചുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് വഴന്ന് കിട്ടും. തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ബബിൾ പോലെ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേന് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിക്കാം. ഇനി നമ്മൾ നല്ലവണ്ണം വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇടുക. ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ്. ഒരുപാട് പുളി ആവശ്യമുള്ളവർക്ക് ഒരുപാട് ചേർക്കാവുന്നതാണ്. പുളി ചേർത്തിരിക്കണം. തക്കാളി ചേർത്തിട്ടുണ്ടെന്ന് വിചാരിച്ച് പുളി ചേർക്കാതിരിക്കരുത്. ഒരു ചെറിയ കഷ്ണം പുളിയാണ്. നന്നായിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അത് ഒഴിക്കുക. കുറച്ച് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പൂടെ ചേർക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് തിളയ്ക്കാൻ വേണ്ടി മൂടി വയ്ക്കാം. നല്ലവണ്ണം ഒന്ന് തിളച്ചതിന് ശേഷം കറിവേപ്പില ചേർക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട്. മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തീ കൂട്ടി വെക്കരുത്.
കുറച്ചൊരു എണ്ണയൊക്കെ ലൈറ്റായിട്ട് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. പകുതി ഒന്ന് ശകലം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേന് ശർക്കര ചേർക്കേണ്ടത്. കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും ചേർക്കാവുന്നതാണ്. ചേർക്കാതിരിക്കരുത്. ഒരു വേണമെങ്കിൽ ശകലം അളവ് കുറച്ചുകൊണ്ടൊക്കെ ചേർക്കാം. ഇതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും അതിന്. അതുകൊണ്ട് ഒരല്പം മധുരം ചേർത്തിരിക്കണേ. വീണ്ടും മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടുകൊണ്ട് മൂടി വയ്ക്കുക. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. കറിയുടെ കളറൊക്കെ ഡാർക്ക് കളറിലോട്ട് മാറും. ഇനി ഇത് ആറിയതിന് ശേഷവും നല്ലവണ്ണം കറി ഡാർക്ക് ആവുകയും ചെയ്യും. എണ്ണ ഇനിയും കൂടുതൽ തെളിയുകയും ചെയ്യുമേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ചോറുണ്ണാൻ ഇത് മാത്രം മതി. ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.